നമ്മുടെ പരിപാടി ശബ്ദം സാംസ്കാരിക ജീവകാരുണ്യ സംഘടന ഉപഹാര സമർപ്പണ ചടങ്ങാണ് ഇവിടെ. നമുക്കറിയാവുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നിഖിലിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. 24 ചാനലിലൂടെ പ്രശസ്തി ആർജിച്ച നിഖിലിന് കേരള ഗവൺമെന്റിന്റെ അവാർഡ് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ ക്ലബ്ബ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനായ നമ്മുടെ MP രാഘവൻ അവർക്കാണ് ഉപഹാര സമർപ്പണം നൽകേണ്ടുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മറ്റ് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിലും ഏത് സമയത്താണ് എത്തുക എന്ന് പറയാൻ കഴിയുന്നില്ല. 25 വർഷത്തോളം കാലമായി നമ്മുടെ ഈ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി ഇതിന്റെ കെട്ടിടത്തിന്റെ ഉത്ഭവം ഏകദേശം 20ഓളം വർഷത്തോളമായി ഈ കെട്ടിടം നിർമ്മിക്കുകയും ആ കെട്ടിടം ഗ്രന്ഥശാല അടക്കമുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുവരികയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഈ സാംസ്കാരിക സംഘടനയിലൂടെ നമ്മൾ നടത്തിയത്. കുടിവെള്ള വിതരണ പദ്ധതിയുടെ കൂടെയാണ് നമ്മളിന്ന് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്, ഈ സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, റെയിലിലെ കയറ്റുവാഹനങ്ങളൊക്കെ തന്നെ കുടിവെള്ളം ഒരു കിട്ടകനിയായി മാറിയ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ദുരിതം അനുഭവിക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടി ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം റേഷൻ സംവിധാനം വളരെയധികം പ്രയാസപ്പെടുന്ന ഭക്ഷണത്തിന് ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റേഷൻ അരി വാങ്ങുന്നതിന് വേണ്ടി റേഷാപ്പിൽ അവരുടെ റേഷൻ കാർഡ് ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് ആ ഭക്ഷ്യ സാധനം എത്തിച്ചു കൊടുക്കുകയും മുഹമ്മദ് അലിയുടെ ബന്ധത്തിൽ അതുപോലെ മാരകമായ രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതുപോലെ നമ്മുടെ കടലുണ്ടി പ്രദേശത്തുകാർക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് ഒത്തുചേർന്നുകൊണ്ട് ഒരു ദിശ പാർട്ടി നടത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും രാജ്യത്തിലാകുന്ന അവാർഡാണ് കടലിൽ സാധിച്ചു. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കടലോണ്ടിയെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളൊക്കെ തന്നെ നമ്മൾ നടത്തിക്കൊടുക്കുന്നത്. ഒരു ഉന്നതന്മാരായിട്ടും അതുപോലെ എല്ലാ വിഭാഗം ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് വലിയ നിലയിൽ നമുക്ക് പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോരുന്ന ഏക ഒരു സാംസ്കാരിക സംഘടനയാണ് കടലുണ്ടി. ആ കടലുണ്ടി സത്യത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് ഈ നിഖിലിന് നമുക്ക് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കേരള ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തേണ്ടത് അനിവാര്യമാണ്. ആ നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രോത്സാഹനം എന്നും ഇതുപോലെയുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക്
പലരുമുണ്ട്. നമ്മൾ ആദരിക്കപ്പെടേണ്ടവരുണ്ട്, ആദരിക്കേണ്ടവരുണ്ട്. ഇവരൊന്നും തന്നെ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഇവരുടെ കഴിവുകളും അധ്വാനങ്ങളും ഒക്കെ ഒട്ടനവധി അധ്വാനങ്ങളാണ് ഒരു എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുക എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇതുപോലെയുള്ള അവാർഡുകൾ കരസ്ഥമാക്കുവാൻ വേണ്ടി കഴിയുന്നത്. രാപ്പകലില്ലാതെ ഊണും മുടക്കമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു സൈഡിൽ കടലുണ്ടി എന്നുള്ള നാമധേയം എപ്പോഴും ഉള്ളിച്ചേർന്നില്ല. അപ്പം ആ കടലുണ്ടി സർക്കാരിൻ്റെ അനുമോദനവും മാസികവും അവർക്ക് ഉണ്ടാവണം. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ നിഖിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ വെച്ച് ഈ ഉപഹാര സമർപ്പണം നൽകുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ അനുഷയാണ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അവരുടെ കൈകളാൽ അത് ഇവിടെ നൽകപ്പെടും. അതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ചടങ്ങ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം നൽകുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ വിചാര പ്രസിഡന്റിനെ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, നമ്മളൊന്നും അധികം അറിയപ്പെടാത്ത എന്നാൽ വേർഡിനടക്കം അറിയപ്പെടുന്ന നമ്മുടെ അബ്ദുൽ അസീസ് സാഹിബ് കാരനാണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയനാണ്. അദ്ദേഹവും ഇതുപോലെയുള്ള പല അവാർഡുകൾക്കും നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ അണ്ടിപ്പെട്ടു ബാബു സാഹിബുകൾ അവർക്കും, അതുപോലെ സലാംബായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്ക് വലിയ കുറേ പുസ്തകങ്ങൾ ഇവിടെ ശേഖരിച്ച് നമുക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയ ഒരു സംഖ്യയുടെ പുസ്തകം ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങും ഇന്ന് ഇവിടെ വെച്ച് നടക്കും. അദ്ദേഹം നമ്മുടെ വാസ്കോ സലാംബയിൽ നിന്ന് നമ്മുടെ അബ്ദുൽ അസീസ് സാഹിബ് ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ചടങ്ങും ഇവിടെ വരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഖിൽ അവർക്ക് ഈ അവസരത്തിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ ലേസ്മ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവർക്ക് സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലബിൻ്റെ എല്ലാമായ രക്ഷാധികാരി കൂടിയായിട്ടുള്ള നമ്മുടെ പരിപാടികൾ അവർക്ക് ഈ അവസരത്തിൽ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള സന്നിധിയും ഈ അവസരത്തിൽ സ്വാഗതം പറയുന്നു. മറ്റ് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒറ്റ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിപാടികൾ അവരുടെ ക്ഷണിച്ചുകൊണ്ടപ്പെട്ട നന്ദി വഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ നയിച്ചിരുന്ന നമ്മുടെ യുവതനായ MP, അദ്ദേഹത്തിന് തിരക്കിട്ട ചില രാഷ്ട്രീയ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല, ലേറ്റാകുന്നുള്ള വിവരമാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുന്ന അടിസ്ഥാനത്തിലാണ് നാം ഈ പരിപാടി തുടങ്ങുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ അഭിമന്യയായ പ്രസിഡന്റ് അനുഷ അവർ, ഈ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചീഫ് ലൈബ്രറിയൻ അബ്ദുൽ അസീസ് സാർ, അതുപോലെ ഈ ചടങ്ങിൽ ശബ്ദം ഗവൺമെന്റിയുടെ സാംസ്കാരിക ലൈബ്രറിക്ക് പുസ്തകം സംഭാവന അർപ്പിക്കുന്ന നമ്മുടെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന രേഷ്മ വെള്ളായിക്കോട്, ബാബു അണ്ടിപ്പറ്റ്, കബീർ മാസ്റ്റർ, ഈ ചടങ്ങിൽ എത്തിച്ചേർത്ത നമ്മുടെ വാർഡ് മെമ്പർ സംഗീത ടീച്ചർ, മറ്റ് പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ഇന്നത്തെ മുഖ്യ ചടങ്ങ് നിഖിൽ രമേശിനെ ആദരിക്കുക എന്നുള്ളതാണ്. കണ്ണുണ്ടി പഞ്ചായത്തിലെ മീഡിയ രംഗത്ത് ശ്രദ്ധേയമായ
സംഭാവനകൾ അർപ്പിച്ച് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ജേതാവായ നിഖിൽ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കടവണ്ടിക്കാരന് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിച്ച സന്ദർഭത്തിൽ ആദ്യമായി തന്നെ ശബ്ദം കടവണ്ടി അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ള നയം സ്വീകരിക്കുകയും ആ ദിവസം തന്നെ നിഖിലിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി പല കാരണങ്ങൾ കൊണ്ട് താമസിച്ചു പോയതാണ്. ഈ തിരക്കുപിടിച്ച ഒരു സമയത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ച് നൽകുന്നത്, സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഈ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ യുവനയായ കടവണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ പിയെ ക്ഷണിക്കുന്നു. വേദിയും സദസ്സിലുമുള്ള നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് ജേതാവായ ശ്രീ നിഖിൽ പ്രമേഷിനെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ്. കടലുണ്ടിയുടെ ഒരു ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ലൈബ്രറി എന്നുള്ള നിലയിൽ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഏറെ പിടിച്ചു വരുത്തിയിട്ടുള്ള ഈ ലൈബ്രറിയുടെ എല്ലാ ഭാരവാഹികളെയും ഇതിനെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലൈബ്രറികൾ സാധാരണ എല്ലാ ഗ്രാമങ്ങളുടെയും ഒരു വഴിവിളക്കുകളായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത്. സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും വായനകൾ മാത്രമായിട്ടല്ല, മറ്റെല്ലാ മേഖലകളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും അവരുടെ സേവനം വർദ്ധിപ്പിക്കുകയും കൂടെ അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ആളുകളെ കൂടുതൽ അറിയാൻ, ആളുകൾക്ക് കൂടുതൽ അറിവുകൾ പകരാൻ വേണ്ടി നമ്മുടെ ലൈബ്രറികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ കഴിവിനെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു വലിയ ആഘോഷം പോലെ നടത്തേണ്ടിയിരുന്ന ഈ ചടങ്ങ് ഈ ചെറിയ ഹാളിൽ ഒതുങ്ങിപ്പോയത് നമ്മുടെ ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിലാണ്. എന്തായാലും ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ച ശബ്ദങ്ങളിലൂടെ എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അവാർഡ് ജേതാവായ ശ്രീ നിഖിൽ പ്രമേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചടങ്ങ് സാധാരണ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു അവസരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നിഖിൽ പ്രമേഷിനെ പരിചയപ്പെടുത്താൻ ലേഖനം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ആദരിക്കപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ നിഖിൽ പ്രമേഷ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ആദരിക്കുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനായ നിഖിൽ പ്രമേഷിനെയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച റിപ്പോർട്ടിംഗ് നടത്തിയതിന് 2020 മികച്ച റിപ്പോർട്ടിംഗ് നടത്തിയതിന് ഈയിടെയാണ് അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി ആദരിച്ചത്. പുരസ്കാരം നൽകിയത് അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ ആധീകരിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരം അഞ്ചുകുന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ ഷാരോൺ സ്റ്റാലിൻ എന്ന 9ാം ക്ലാസ്സുകാരനായ നിർധനനായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകന്റെ മിടുക്കുകൾ വളരെ ഭംഗിയോടുകൂടി ഒപ്പിയെടുത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്ത മികവുറ്റ കഴിവിനാണ് 24 ചാനലിന് 2 പുരസ്കാരങ്ങൾ ലഭിക്കുന്നുണ്ടായി.
അതൊരു പുരസ്കാരം ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ ജയൻ കാർത്തികേയൻ മികച്ച ക്യാമറാമാൻ എന്ന പുരസ്കാരം. ആ ഒരു പുരസ്കാരം നേടുക എന്ന് പറയുന്നത് മികവിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. നിഖിൽ പ്രമേഷിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാരനാണ്. തൈക്കൂട്ടത്തിൽ പ്രമേശേട്ടന്റെയും രണ്ടി എന്നിവരുടെയും മകനായിട്ട് കടറണ്ടി LP സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി. മണ്ണൂർ കൃഷ്ണ UP സ്കൂളിലെ UP വിദ്യാഭ്യാസം. നമുക്കൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ചാലിയം വിജയ് സ്കൂളിലെ വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ചാലിയം വിജയ് സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ പണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാര്യ സ്കൂളിലെ വിദ്യാഭ്യാസം പറഞ്ഞാൽ ഒരു ബിരുദത്തിന് തുല്യമാണ്. ഇപ്പോൾ അതിന്റെ നില എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയില്ല. എങ്കിലും ആ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കണ്ണൂരിലെ ജേർണലിസം സ്കൂളിൽ വെച്ചിട്ട് അദ്ദേഹം ബിരുദം നേടി. MCA കണ്ണൂർ സ്കൂൾ ഓഫ് ജേർണലിസ്റ്റിനാണ് MCA ബിരുദം നേടിയത്. അതിനുശേഷം TV ജേർണലിസം അദ്ദേഹം എടുത്തു. TV ജേർണലിസം ലഭിച്ച ശേഷം ദൃശ്യമാധ്യമങ്ങളിൽ പല ചാനലുകളിലായി പ്രവർത്തിച്ചു. പ്രാദേശിക ചാനലുകളിൽ പ്രവർത്തിച്ചു, റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിച്ചു, മാതൃഭൂമി ചാനലിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ചാനൽ അങ്ങനെ മാറി മാറി ഇങ്ങനെ വരികയാണ് ചെയ്യുക. ഇനി നാളെ ഇതിനേക്കാൾ മികച്ച ചാനലുകൾ അങ്ങോട്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവം. ഇപ്പോൾ അദ്ദേഹം 24 ചാനലിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ചാനലിൽ പ്രഭാത പരിപാടികൾ വളരെയധികം പോപ്പുലറായിട്ടുള്ള പരിപാടിയാണ്. അദ്ദേഹം അതിന് പുറമെ തന്നെ 2016 തിരുക്കുറിശി സ്മാരക അവാർഡ് നേടിയിട്ടുണ്ട്. പുരസ്കാരം മുൻപ് നേടിയിട്ടുണ്ട്. പത്രപ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഗായകൻ കൂടി. അടുത്തൊരു ഗാനം ഞാൻ കുറച്ച് മുമ്പ് ഒരു ഗാനം കേട്ടിട്ടുണ്ട്. ഒരു സിനിമാ ഗാനമാണ്. അദ്ദേഹം ഒരു സിനിമാ ഗാനം പാടിയിട്ടുണ്ട്. അദ്ദേഹം 2006 വന്നു തോന്നുന്നത് ചിത്രശലഭങ്ങളുടെ 2009 ഒന്നാം നാൾ അദ്ദേഹം സിനിമാ ഗാനമായി പാടിയിട്ടുണ്ട്. വളരെ മുമ്പ് തന്നെ. അപ്പോൾ 2016 തിക്കുറിശി സ്മാരക അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മികവിലേക്ക് നമുക്ക് വരാം. ഷാരോൺ സ്റ്റാലിൻ എന്ന് പറയുന്ന കുട്ടി 9ാം ക്ലാസ് പഠിക്കുന്ന നിർദ്ധനായ കുട്ടി. യാതൊരു തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും പരിശീലിക്കാതെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള മണൽപ്പരപ്പിൽ ഓടി 100 മീറ്റർ ഓട്ടക്കാരനും ലോങ് ജമ്പുകാരനുമായി ശാസ്ത്രീയമായ യാതൊരു തരത്തിലുള്ള കോച്ചിങ്ങും ഇല്ലാതെ അദ്ദേഹത്തിന്റെ സ്കൂളിലെ കായികാധ്യാപികയുടെ മാത്രം പരിശീലനത്തിൽ അവർ മികച്ച പദവികൾ കാട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് പുറം ലോകത്തിന് കാണിച്ചതോടുകൂടി ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പല ആളുകളും അദ്ദേഹത്തിന് സഹായം വാഗ്ദാനം ചെയ്തെത്തി. ഒരു സ്പൈക്ക് വെച്ച് ഉടൻ പോലും കഴിയാത്ത കുട്ടിയാണെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലായത്. സ്പൈക്ക് അവർ ഉപയോഗിച്ചു. അങ്ങനെ ആ കുട്ടി മികച്ച കഴിവ് തെളിയിച്ചുകൊണ്ട് തന്റെ അത് ആ ഒരു കാര്യം അവതരിപ്പിച്ചത് കൂടിയാണ്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് സാധാരണ ദൃശ്യങ്ങൾ പകർത്തലല്ല, പ്രത്യേക ആംഗിളുകളിൽ പ്രത്യേക കോണുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ തുറന്നു കാണിക്കുക. ഇപ്പോ വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള ഖദീജ കുഞ്ഞുമാണ്, ഒരു ഫാമിലിയാണ്. സ്വന്തമായ വീടില്ല, സാമ്പത്തിക സ്ഥിതി വളരെ ദരിദ്രമാണ്, ജീവിക്കാൻ പോലും വകയില്ല. വാടക കൊടുക്കുന്ന വീട് 1500 രൂപ വാടക കൊടുത്ത വീടാണ് അവർ താമസിക്കുന്നത്. വളരെ ദയനീയമായ സ്ഥിതിയാണ്. അവരുടെ ചിത്രം ഇദ്ദേഹം പകർത്തി 24 പ്രഭാത വാർത്തകൾ കാണിച്ചു. ഇത് നാട് മുഴുവൻ പാട്ടായി. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളും അദ്ദേഹത്തെ സഹായിക്കുന്ന ആ കുടുംബത്തെ, അവിടുത്തെ ആ നാട്ടിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി, ഒരു മുതലാളി ഫ്രാൻസിസ് എന്ന് പറയുന്ന കക്ഷി ഈ വാർത്ത കണ്ട് കുടുംബത്തെ തേടിയെത്തി. ആ കുടുംബത്തിന് തന്റെ ഉടമസ്ഥതയിലുള്ള 5 സെന്റ് ഭൂമി സൗജന്യമായി നൽകി. ആ പ്രദേശത്തുള്ള വാട്സപ്പ് കൂട്ടായ്മകളെല്ലാം കൂടിക്കൊണ്ട് അവർക്ക് ഒരു താൽക്കാലിക വീടും കിട്ടിക്കൊടുത്തു. അങ്ങനെ നിരാലംബരായവർക്ക് ഒരു സ്ഥിരമായ വീടുണ്ടായി, സ്ഥലമുണ്ടായി. അതിന് നിഖിൽ പ്രമേഷ് നിമിത്തമായി. അത് അദ്ദേഹത്തിന്റെ മറ്റൊരു മികച്ച സംഭാവന. ഇതുകൂടാതെ പ്രളയക്കെടുതികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകൾ അദ്ദേഹം അവതരിപ്പിച്ചു. നാട് മുഴുവൻ പ്രളയക്കെടുതിയിലായപ്പോൾ പ്രളയക്കെടുതി അനുഭവിക്കുന്ന ദരിദ്രരെ ഫോക്കസ് ചെയ്തുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും സഹായധനം അഭ്യർത്ഥിക്കാൻ ആളുകൾ തയ്യാറാവുകയും അവർ കിട്ടുകയും ചെയ്തു. നെന്മേലിയിലെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ലോട്ടറി പ്രകാരം അതിന്റെ കാല് ഇല്ല, ഒരു കാലിന്റെ പകുതി
ചോദിക്കുകയാണ്. പഴയ കൃത്രിമക്കാലത്ത് വെച്ച് വളരെ വേദന സഹിച്ചുകൊണ്ട് വർഷങ്ങളോളം അദ്ദേഹം ജീവിക്കാം. അദ്ദേഹത്തെ ഒപ്പിയെടുത്തു. അദ്ദേഹത്തിന്റെ കുറിച്ച് നൽകിയ വാർത്ത ആരോഗ്യ വകുപ്പിന് ശ്രദ്ധയിൽപ്പെട്ടു, സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് ശ്രദ്ധയിൽപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ നേടിയെത്തി. ഇദ്ദേഹത്തിന് ആധുനിക രീതിയിലുള്ള ഒരു കൃത്രിമക്കാരൻ നൽകാൻ അവർ തയ്യാറായി. ആ കൃത്രിമക്കാരനെ വെച്ച് അദ്ദേഹം വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പ്രമേഷ് ചെയ്യുന്ന ചിത്രങ്ങൾ കാണണം. അദ്ദേഹത്തെ ചോദിക്കുകയാണ്, മീഡിയ വണ്ണിന്റെ പ്രധാന റിപ്പോർട്ടർമാരായ അരുൺ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മിസ്റ്റർ പ്രശാന്ത്, നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ കാല് സുഖമാണോ? അപ്പൊ അദ്ദേഹം പറയാം, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണു നിറഞ്ഞു പോകുന്നു. എന്റെ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തി, ഈ ലോകത്തിൽ എത്തിച്ച നിഖിൽ പ്രമേഷിനെ എത്ര വീഴ്ത്തിയാൽ എനിക്ക് മതിയാവില്ല. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കും എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. ആ പ്രശാന്തിന് സഹായം എത്തിക്കാൻ കഴിഞ്ഞതും നിഖിലിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ സമൂഹത്തിന്റെ ദാരിദ്ര്യ മേഖലയിൽ താഴെത്തട്ടിൽ അവശത അനുഭവിക്കുന്ന ആളുകളെയും കഷ്ടതപ്പെടുത്ത സംഭവങ്ങളെയും ഒക്കെ തന്നെ ഒപ്പിയെടുത്ത് യഥാർത്ഥ പത്രപ്രവർത്തനം എന്ത് എന്ന് തെളിയിച്ച നിഖിൽ പ്രമേഷ് ഈ നാട്ടുകാരനാണെന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. അപ്പൊ ഇതാണ് നിഖിലിന്റെ ഏറ്റവും ചുരുക്കമായ കാര്യം. അദ്ദേഹത്തിന്റെ ഗാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്ദര നല്ലൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. ഒരു പ്രൊഫഷണൽ തികഞ്ഞ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ തികഞ്ഞ കാലപ്രമാണം ഗാനം ആരംഭിച്ച ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇനിയുള്ള ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. ഈ നാട്ടിന്റെ ശബ്ദമായി ശബ്ദം ഘടനയുടെ മാറാൻ അദ്ദേഹം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. അതിനായി നമ്മുടെ അഭിനയ പഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ്ഠിച്ചു. എന്റെ രണ്ട് അമ്മമാര് വേദിയിലുണ്ട്. എന്റെ അമ്മയും വല്യമ്മയും രണ്ടുപേരും സ്റ്റേജ് അവരുടെ പ്രസൻസ് ഉണ്ടായാൽ മതി. നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യ അതിഥിയായ ഡോക്ടർ അബ്ദുൾ അസീസ്, ചീഫ് ലൈബ്രറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. യോഗാധ്യക്ഷൻ ശ്രീ റഘുനാഥൻ, ശ്രീ എം.കെ. മിച്ചിക്കോയ, ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുഷ, ഇന്ന് ആദരം ഏറ്റുവാങ്ങിയ ശ്രീ നിഖിൽ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യ അതിഥികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശബ്ദം കടലുണ്ടിയുടെ ഈ ഒരു പരിപാടി സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായി ഇന്ന് ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ മാധ്യമ രംഗത്തെ വേറിട്ട പ്രവർത്തനങ്ങളിൽ കേരള സർക്കാരിൻ്റെ അനുമോദനം ഏറ്റുവാങ്ങിയ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ നിഖിൽ രമേശിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഇവിടെ
സൂചിപ്പിച്ച പോലെ പത്രപ്രവർത്തനം മാത്രമല്ല നടത്തിയത്, അതിലൂടെ വലിയൊരു സാമൂഹ്യ സേവനവും സാന്ത്വന പ്രവർത്തനങ്ങളുമാണ് നടത്തിയിരിക്കുന്നത്. ഇനിയും ഈ രംഗത്ത് മികച്ച കാൽവെപ്പുകൾ നടത്താനും വഴിത്താരകൾ താണ്ടാനും സന്തോഷത്തിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കാൻ കാരണം ഈ ക്ലബിന്റെ കീഴിൽ അല്ലെങ്കിൽ ഈ സാംസ്കാരിക സംഘടനയുടെ കീഴിൽ ഇവിടെ ഒരു ഗ്രാമീണ ലൈബ്രറി നടന്നു വരുന്നുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ആരംഭിച്ച സ്വന്തം കെട്ടിടത്തിൽ നടക്കുന്ന ഒരു ലൈബ്രറിയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഏതൊരു നാടിന്റെയും സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഊർജ സ്രോതസ്സാണ് ആ നാട്ടിലെ ലൈബ്രറി, പ്രത്യേകിച്ച് ഗ്രാമീണ ലൈബ്രറികൾ. നമുക്കറിയാം, ലൈബ്രറികൾ കേന്ദ്രീകരിച്ചാണ് ആ നാട്ടിലെ യുവജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി അല്ലെങ്കിൽ നവോത്ഥാനം നടന്നു വരുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വരുന്നത്. ലൈബ്രറികളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഷെൽഫുകൾ നിറയെ ബുക്കുകൾ അടുക്കി വെച്ച ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഹാൾ ആയിരിക്കും. നമ്മൾ പുസ്തകശാലയിൽ പോയി നോക്കിയാലും ഈ ഒരു രീതിയിൽ ഷെൽഫിൽ ബുക്കുകൾ അടുക്കി വെച്ച ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ലൈബ്രറികളിൽ വൈജ്ഞാനിക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് ലൈബ്രറികൾ അടുക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യ സമൂഹം ആർജിച്ചെടുത്ത വൈജ്ഞാനിക മുതൽക്കൂട്ടുകളാണ് പുസ്തകങ്ങളുടെ രൂപത്തിൽ ലൈബ്രറികളിൽ ഒന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ആ ലൈബ്രറിയുടെ വായനക്കാരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ലൈബ്രറികൾ നിർവഹിക്കാനുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വായു വെള്ളം പോലെ ഒഴിച്ചുകൂടാവാനാവാത്ത അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിജ്ഞാനം ആർജിക്കുക എന്നുള്ളത്. ഈ വിജ്ഞാനം ആർജിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും അത് വിനിമയം ചെയ്യുകയും പുനർവിജ്ഞാനം അല്ലെങ്കിൽ പുതിയ വിജ്ഞാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള കഴിവുകൊണ്ടാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നമുക്കറിയാം, മറ്റു ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ജീവിത നിലവാരം അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ തന്നെയായിരിക്കും അവർക്ക് ഇപ്പോഴും. എന്നാൽ മനുഷ്യനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുഹാവാസിയായ മനുഷ്യൻ ഇന്ന് സമുദ്രത്തിന്റെ അടിയിലും ബഹിരാകാശത്ത് വരെ ജീവിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും നേടി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരാർജിച്ച വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകരാനും അത് ഉപയോഗപ്പെടുത്താനുമുള്ള മനുഷ്യന്റെ ഒരു പ്രത്യേക കഴിവാണ്. നമ്മുടെ ലിപികൾ ഉടലെടുത്തതോടുകൂടിയാണ് വിജ്ഞാനം രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം നിലവിലുള്ളത്. അതുവരെ നമ്മൾ വാമൊഴിയായിട്ട് അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ സയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലിപികളുടെ ഉത്ഭവത്തോടുകൂടെ ഈ ആർജിച്ച അറിവുകൾ ലിഖിതപ്പെടുത്താനുള്ള ഒരു സംവിധാനം മനുഷ്യന് സംജാതമായി. അതോടുകൂടിയാണ് ലൈബ്രറിയുടെ ആവിർഭാവവും വികാസവും സംബന്ധിച്ചത്. അപ്പോൾ ലൈബ്രറികളുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം തേടിപ്പോയ മനുഷ്യന്റെ സാംസ്കാരിക ചരിത്രത്തോടെ തന്നെ ലൈബ്രറികളുടെ ചരിത്രത്തിന് പഴക്കമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നത്തെ ലൈബ്രറികൾ അല്ലെങ്കിൽ ലൈബ്രറികളുടെ പ്രാഗ് രൂപത്തിൽ നമ്മൾ ഈ വിജ്ഞാനം കളിമൺ പലകങ്ങളിൽ അല്ലെങ്കിൽ മരത്തിന്റെ തോലിൽ മരത്തോൽ അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളുടെ തോലിൽ താളിയോ അല്ലെങ്കിൽ അതേപോലെ ചെമ്പ് തലകളിലൊക്കെ ഇനി പ്രിന്റിംഗ് പ്രസിന്റെ അല്ലെങ്കിൽ അച്ചടിയുടെ വരവോടുകൂടിയാണ് പുസ്തകങ്ങൾ ഏത് പുസ്തകങ്ങളും എത്ര കോപ്പികൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വന്നത്. അതോടുകൂടിയാണ് ലൈബ്രറികളുടെ പ്രചാരണം ഉണ്ടായത്. അപ്പോൾ പല ലൈബ്രറികളും വന്നു. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലൈബ്രറിയാണ് പബ്ലിക് ലൈബ്രറി അല്ലെങ്കിൽ ഗ്രാമീണ ലൈബ്രറികൾ. ഈ ഗ്രാമീണ ലൈബ്രറികളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രദേശത്തെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു ഊർജ കേന്ദ്രം അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം. പിന്നീട് നമുക്ക് 20ാം നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസത്തോടുകൂടെ നമ്മളൊരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ
അതായത് അറിവിന്റെ കുതിച്ചുചാട്ടം തന്നെ നമ്മൾ അനുഭവിച്ചു. വളരെ വിപുലമായ അല്ലെങ്കിൽ കടലോളം പരന്നു കിടക്കുന്ന, പരക്ക് മാത്രമല്ല ആഴവുമുണ്ട്. പുതിയ പുതിയ സബ്ജക്ട്സ് വന്നു, പിന്നെ പുതിയ പുതിയ റിസർച്ച് ഏരിയാസ് വന്നു. അതിലൊക്കെ വളരെ വിപുലമായ അറിവിന്റെ ശേഖരങ്ങളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ലോകത്തിലെ ഏത് ലൈബ്രറിക്കും അതെല്ലാം പിന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ന് അസാധ്യമാണ്. അപ്പൊ അതിന് വിദഗ്ധർ പറയുന്നത് സമാനമായ ലൈബ്രറികളുടെ കൂട്ടായ്മ, ഒരു ശൃംഖല സൃഷ്ടിച്ചെടുത്തിട്ട് പരസ്പരം വിവര വിനിമയം നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, കോവിഡ് മഹാമാരി വന്നപ്പോൾ ഈ എന്താണ് ഡിജിറ്റൽ പ്രിന്റ് മാധ്യമം മാറിയിട്ട് ഡിജിറ്റൽ മാധ്യമത്തിലാണ് ഇന്ന് അറിവിന്റെ സ്രോതസ്സുകൾ അധികമുള്ളത്. ഈ ഡിജിറ്റൽ മാധ്യമമുള്ള മിക്ക ലൈബ്രറികൾ വളരെ വലിയ സേവനങ്ങൾ സമൂഹത്തിന് നൽകാനായിട്ട് സാധിച്ചു. ഒരുപാട് ഗ്രാമീണ ലൈബ്രറികൾ വളരെ മികച്ച സേവനം എനിക്ക് മനസ്സിൽ വരുന്നത് പിന്നെ വളപട്ടണം പഞ്ചായത്ത് ലൈബ്രറി, അവര് ഈ കോവിഡിന്റെ ഒരു വർഷക്കാലം എല്ലാ ദിവസവും പരിപാടിയായിരുന്നു. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, മത്സര പരീക്ഷകൾക്ക് പിന്നെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പിന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, പിന്നെ മോഡൽ പാർലമെന്റ്, പിന്നെ സാംസ്കാരിക നായകരുമായിട്ടുള്ള അഭിമുഖം, ബെന്യാമിൻ മുകുന്ദൻ പോലുള്ള വലിയ വലിയ സാംസ്കാരിക നായകരുമായിട്ടുള്ള ആശയവിനിമയം, അങ്ങനെ നിരന്തരം എല്ലാ ദിവസവും ഒരു പരിപാടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യുനെസ്കോയുടെ അഭിനന്ദൻ വരെ അവർക്ക് ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ യുവാക്കളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ലൈബ്രറി ആയിട്ട് നമ്മുടെ ഈ ലൈബ്രറിയിൽ മാറ്റണം. അതിന് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന്റെ കൂടെ എൻ്റെ എളിയ സംഭാവനകളും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് ക്ഷണിച്ച സർക്കാരേക്ക് നന്ദി അറിയിച്ചു. നന്ദി, നമസ്കാരം. ശബ്ദങ്ങളുടെ ഈ ലൈബ്രറിയുടെ പുസ്തക സമാഹരണത്തിൻ്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. അത് നമ്മുടെ സലാം മാസ്കോ, നമ്മുടെ ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ അബ്ദുൾ അസീസിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ആദരണീയ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയമായ ആശംസകൾ നേരുന്നു. ശബ്ദം കടലുണ്ടി യഥാർത്ഥത്തിൽ കടലുണ്ടിയുടെ നേർശബ്ദമാണ്. വായനയ്ക്ക് വേണ്ടി പുതുമയുള്ളൊരു വാതായനമാണ് ശബ്ദം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. അക്ഷരങ്ങളുടെ വായന സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. കവി കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞ പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ തളരും. ലണ്ടനിലെ ലൈബ്രറിയിൽ ആദ്യമായി കടന്നു വരുന്ന ആളും അവസാനമായി ഇറങ്ങിപ്പോകുന്ന ആളും കാറൽ മാർക്സ് ആയിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇത്രയധികം വായിച്ചത് കൊണ്ടായിരിക്കാം
പുതിയ ദർശനത്തിന് രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബി ആദ്യമായി ലഭിച്ച ദിവ്യ വെളിപാട് നീ വായിക്കുക എന്ന് പറഞ്ഞ സന്ദേശമായിരുന്നു. ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം വന്നത് ഇതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വായനക്കും പഠനത്തിനും ചിന്തക്കും മനനത്തിനും ഈ മതം നൽകുന്ന സ്ഥാനം എത്രയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരിക്കൽ ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള അഭിമുഖത്തിൽ നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണയ്യർ അറിവിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും അറിവ് കിട്ടിയത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ലൈബ്രറിയുടെ നടന്നതാണ്. ഇതെല്ലാം നമ്മൾ വായനയുടെയും അതിലാഴത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെയും ഒരു അറിവ് കൂടിയാണ്. ഇത്രയും പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഉത്തമ ഗ്രന്ഥങ്ങൾ ഈ ലൈബ്രറിയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം ചെയ്യുന്നു. ആശംസ പ്രസംഗമാണ് ആദ്യമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മയുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഫൈനേതൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുഷ, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ശബ്ദം കടക്കുന്ന ഭാരവാഹികളെ, കേരള സർക്കാരിന്റെ റിപ്പോർട്ടർ അവാർഡ് നേടിയ നിധി കമ്മീഷനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എന്നെ വിളിച്ചതിന് ശബ്ദം കടലുണ്ടിയുടെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 24 ചാനലിലെ ബെസ്റ്റ് റിപ്പോർട്ടർ ആവുക എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതിൽ അവാർഡ് നേടിയ നിധി പ്രമോഷൻ നമ്മുടെ കടലുണ്ടിയുടെ അഭിമാനമാണ്. ഇതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ CM സത്യന്റെ വീട്ടിൽ നൽകി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നൽകുരൻ അവരുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുഷ, അതിപ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ, ഡോക്ടർ അസീസ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ നിഖിൽ പ്രമേശാണ്. കടലുണ്ടിയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന ഈ പുത്രനെ ആദരിക്കേണ്ടത് കടലുണ്ടി പഞ്ചായത്തിന്റെ കൂടെ ദൗത്യമാണെന്ന് നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നോളജ് ഇസ് പവർ, അറിവാണ് ശക്തി. ഈ അറിവ് പല രൂപത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ ധാരാളം അറിവുണ്ടാവാം. പക്ഷേ വായനയിലൂടെ ഉണ്ടാവുന്ന അറിവ് തീർച്ചയായും അത് ഒരു പ്രത്യേക അറിവ് തന്നെയാണ്. ഇവിടെ ശബ്ദം കടലുണ്ടി ഏകദേശം 95 കാലഘട്ടങ്ങളിൽ, 95, 96 എന്നീ കാലഘട്ടങ്ങളിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും അന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാറ്റിലും പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം എന്തോ ശബ്ദമില്ലാതെ മാറി. പക്ഷെ വീണ്ടും അത് ശബ്ദത്തോടുകൂടി, മുൻപത്തേക്കാൾ ഇരട്ടി ശബ്ദത്തോടുകൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അനുജത്തിയുടെ മകനാണ് നിഖിൽ പ്രമേശ്. അവൻ പറഞ്ഞു കഴിഞ്ഞു, യഥാർത്ഥത്തില് നമ്മുടെ കരിക്കുലത്തിന്റെ ഒരു അപാകതയാണ് 10ാം ക്ലാസ് വരെ കുട്ടിക്ക് സ്വന്തം ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ
അവനെ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഇരുന്നൊന്ന് ആലോചിച്ചു. കാരണം അന്നേ ഒരു നല്ല ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ കെമിസ്ട്രി? പക്ഷേ നമ്മുടെ കരിക്കുലത്തിന്റെ പ്രത്യേകത അതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുള്ളൂ. അത് +2 കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും അവന്റെ ഒരു നല്ല ഭാവി മാത്രമേ അന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. നമുക്ക് ഏവർക്കും ആ കൂട്ടത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വാർഡിലുള്ള ഈ ശബ്ദങ്ങളിലൂടെ, എൻ്റെ വാർഡിലുള്ള ഈ ഐസം ഹാളിൽ വെച്ച് പ്രഗത്ഭനായ വ്യക്തിത്വങ്ങളുടെ മുൻപിൽ വെച്ച് എൻ്റെ മകനെ, എൻ്റെ അഞ്ജുജിയുടെ മകനെ ആദരിച്ചതിൽ തീർച്ചയായും അവൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തുമാറാവട്ടെ. ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ സംഘാടകരോട് നന്ദി പറയട്ടെ. നന്ദി. ജയ് ഹിന്ദ്. ശ്രീ അണ്ടിപ്പറ്റ് ബാബു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശംസിച്ചിരിക്കുന്ന എല്ലാവരും ശബ്ദം കടലുണ്ടി എന്ന് കടലുണ്ടിയുടെ കുട്ടി കടലുണ്ടി ഞാനിവിടെ കേരള ഗവൺമെന്റിന് അവാർഡ് നൽകുന്ന അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിലാണ് നാം നിർവഹിക്കുന്നത്. അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലൂടെ അവതരിപ്പിക്കുന്നതിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം അവതരിപ്പിച്ചുകൊണ്ട് പലർക്കും പല നേട്ടങ്ങളും ഉണ്ടായ കഥകളെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ കഴിയുന്നു. അദ്ദേഹത്തിന് ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാടിനും പ്രത്യേകിച്ച് കടലുണ്ടിക്കും ഒരുപാട് നേട്ടങ്ങളും പേരുകളൊക്കെ ഉണ്ടാക്കിത്തരാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം കടലുണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊല്ലം സെലിബ്രിറ്റീസ് സിനിമ ഫീൽഡുകളിലെ ആളുകളെ വർഷം തോറും ആദരിക്കുകയും അതിലൂടെ വലിയ വലിയ പരിപാടികൾ കടലുണ്ടിയിൽ അവതരിപ്പിച്ചു നടന്നു പോന്നിരുന്ന ഒരു സംഘടനയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒരുപാട് കാര്യങ്ങൾ ആ സമയങ്ങളിലും അവർ ചെയ്തു വരാറുണ്ട്. ആ കാലത്തിന് ഇന്നത് ഈ വായനശാലയിലൂടെ ഇവിടുത്തെ പൊതുജനത്തിന് അറിവ് നേടുന്ന കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് ഇത്തരം കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നൽകുന്നു. പഞ്ചായത്ത് ഹക്കീമ മാളിയേക്കൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പള്ളിക്കുണേട്ടൻ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരൻ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ശബ്ദം കടലുണ്ടി മികച്ച TV റിപ്പോർട്ടർക്കുള്ള ആദരിക്കൽ ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കടലുണ്ടിക്ക് ദൈവം അനുദിനം ഓരോ കലാകാരന്മാരെ ഇങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കടലുണ്ടിക്കാരാണ് എന്നുള്ളൊരു എന്താ പറയാ നല്ലൊരു അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ
വൈകുന്നേരം ഈ സായാഹ്ന വേളയിൽ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ മഹത്തായതാണ്. പണ്ടുള്ള കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഓരോ വാർത്തകളും നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ ഓരോ ആളുകളുടെയും വിരൽത്തുമ്പിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള മാധ്യമങ്ങളുള്ള അതിപ്രസരണത്തിലുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലുകളായാലും റിപ്പോർട്ടർമാരായാലും ഇപ്പോൾ എന്ത് വാർത്തകൾ കിട്ടിയാലും അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നൊരു മത്സര ബുദ്ധിയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അതിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് തന്റെ റിപ്പോർട്ടിങ്ങിൽ തനതായ തന്മയത്വത്തോടുകൂടി വർക്ക് ചെയ്യുകയും നല്ലൊരു തന്റെ പ്രവൃത്തിയിൽ തന്റെ പ്രവർത്തനത്തിൽ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത നിഖിൽ പ്രമേഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ അംഗീകാരം നമ്മുടെ കടലണ്ടിക്കാരും കൂടെ അംഗീകാരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ കടലണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈയിടെയായിട്ട് ശബ്ദം കടലണ്ടിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെഡായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ പൂർവാധികം ശക്തി തിരിച്ചു വന്നുകൊണ്ട് ഇങ്ങനെയുള്ള കലാകാരന്മാരെ ആദരിക്കാനും മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അവസരം നൽകുന്ന ഇങ്ങനെയുള്ള സംഘടനകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു. ശബ്ദം രക്ഷാധികാരി കബീർ മാസ്റ്റർ. ആദരണീയനായ അധ്യക്ഷൻ ഫലിനായിട്ട് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടക കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ്, നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയ ഡോക്ടർ അബ്ദുൽ അസീസ് ബാവട്ട്, മറ്റു സലാം വാസ്കോ സലാംഖാൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ശബ്ദം കടലുണ്ടി അതിൻ്റെ രണ്ടാം പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഒരു സമൂഹത്തിന് പല കാര്യങ്ങളിലും ആശാകേന്ദ്രമായി മാറുക എന്നതാണ് ശബ്ദം കടലുണ്ടി ഉദ്ദേശിക്കുന്നത്. സ്വന്തമായ ഒരു കെട്ടിടവും എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ് ശബ്ദം കടലുണ്ടി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രണ്ടാം ഘട്ടമോ അല്ലെങ്കിൽ രണ്ടാമത്തെ പുനർനിർമ്മാണം നടത്തിയതിനു ശേഷമുള്ള ഉദ്ഘാടനം. അന്ന് നമ്മൾ പറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ, അന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളൊരു പുസ്തകശാല എന്നതിൻ്റെ അപ്പുറത്തെ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന രീതിയിലേക്ക് നമ്മുടെ ശബ്ദം കടലുണ്ടി ഇനി മാറേണ്ടതുണ്ട്. ഡോക്ടർ അബ്ദുൽ അസീസ് CH മുഹമ്മദ് കോയ ലൈബ്രറിയൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചീഫ് ലൈബ്രറിയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൗഢമായിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് നമുക്ക് അതിനെ മാറ്റണം. അതിന് എല്ലാവരുടെയും സഹകരണം വേണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ബഹുമാന്യമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാനുള്ളത്, പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ശബ്ദം കടലുണ്ടി ഏത് സമയവും വാതിൽ തുറന്നിടുന്നതായിരിക്കും. സർക്കാർ തലത്തിലുള്ള ഏത് പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ഇതിൻ്റെ നമ്മൾ പോളിയോ വാക്സിൻ അതായിരുന്നു സെൻട്രൽ കൊടുത്തിരുന്നത് കഴിഞ്ഞ മാസം 31-ാം തീയതി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഇതിനെ ഒരു ജനകീയമാക്കുകയാണ്.
തീർച്ചയായും ഇതൊരു താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് എപ്പോഴും എത്തിപ്പെടാവുന്ന രീതിയിലേക്ക് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻസ്പയർ അവാർഡ് വാങ്ങിച്ച കുട്ടികളെ നമ്മൾ ആദരിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല റിപ്പോർട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ നിഖിലിന് നമ്മളിപ്പോൾ ആദരം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആദരം കൊടുക്കുക മാത്രമല്ല, അവരുടെയൊക്കെ സഹായങ്ങൾ ഇനിയും നമുക്ക് ഈ ശബ്ദങ്ങളിലൂടെ വികസിപ്പിക്കാൻ ആവശ്യമാണ്. ഡോക്ടർ അബ്ദുൽ അസീസിനെ പോലുള്ള ഈ മേഖലയിൽ വളരെയധികം കഴിവും അതുപോലെ തന്നെ ഒരുപാട് പരിചയസമ്പന്നനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമാണ്, സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. നിഖിൽ പ്രവേശനെ നമ്മളിപ്പോൾ ഇവിടെ ആദരിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമാണ്. സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല റിപ്പോർട്ടറായി മാറുക എന്ന് പറയുന്നത് വാർത്താ ചാനലുകളുടെ യുദ്ധം നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ചാനലുകൾ ഒരേ സമയത്ത് കാഴ്ചക്കാരനെ ആകർഷിക്കാൻ മത്സരിക്കുന്ന ഒരു ലോകത്ത്, അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടുകാരനായ വളരെ ചെറുപ്പക്കാരനായ നിഖിൽ അതിൽ അവാർഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. കാരണം നമുക്കറിയാം ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. ആ ചാനലുകൾ ഏതാണ് നമ്മൾ നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും നന്നായി നമ്മൾ വാർത്താ ചാനലുകൾ റേറ്റിംഗിൽ കൂടുതലായി വന്നിട്ടുള്ളത് 24 ചാനലാണ്. 24 ചാനൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിഖിലിനെ പോലുള്ളവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടിലൂടെയാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് ചാലിയ സ്കൂളിൽ ഒരു കുട്ടിയെ സംസ്ഥാന മത്സരത്തിൽ കൊണ്ടുപോകാൻ എനിക്കൊരു ചാൻസ് വന്നിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വളരെയധികം എന്നെ സഹായിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നാടിനോട് വളരെയധികം കൂറ് കാണിക്കുകയും പ്രത്യേക താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അതോടൊപ്പം തന്നെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അടിത്തട്ടിലുള്ളവർക്ക് വലിയൊരു സഹായമാകട്ടെ. ഒരു വാർത്താ ചാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറയുന്നത് നിസ്സാരമാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളവരാണ് വാർത്താ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇനിയും ഉയരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിഖിലിന്റെ മറുപടിക്ക് സമർപ്പിക്കുന്നതിലും ആലോചിച്ചു. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, ഇവിടെ വന്നു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന അനുഭവമാണ്. കാരണം എല്ലാവരും അറിയാവുന്ന ആളുകളാണ്, വേദിയിലിരിക്കുന്നവരാണെങ്കിലും സദസ്സിലുള്ള ആളുകളാണെങ്കിലും എല്ലാം അറിയുന്ന മുഖങ്ങളാണ്. ഈ ഇങ്ങനെ ഒരു അവാർഡ് അനൗൺസ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. തൊട്ട് പിന്നാലെ എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് ഒരു അനുമോദനം അറിയിക്കുന്നത്, സ്നേഹം അറിയിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ശബ്ദത്തിന്റെ ഭാരവാഹികളാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. നമുക്ക് ഒരാളെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ കഴിയുക എന്നൊക്കെയുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. അത് എന്റെ കടവണ്ടിക്കാർക്ക് അത് ഏറ്റവും വേഗത്തിൽ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഇന്നത്തെ ഈ ചടങ്ങിന് വേണ്ടി ഞാൻ അവധി എടുത്ത് വരുമ്പോൾ എന്റെ കൊളീഗ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് നാട്ടില്, അതിന് വേണ്ടിച്ചു പോവാണെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ അത്ഭുതപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ നാട്ടില്, അതാണ് നമ്മള് ഏത് നാട്ടിൽ അറിയപ്പെടുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു റെക്കഗ്നീഷൻ അതിനപ്പുറമല്ല മറ്റൊന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഏത് ഭാഗത്ത് അറിയപ്പെടുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു അനുമോദനം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ആണ് എന്നറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ കോഡ് ഓഫ് കോണ്ടാക്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചിലരൊക്കെ വിളിച്ച് ചോദിച്ചു, പ്രയാസം ഉണ്ടായോ, വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു വിഷമമില്ല, അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പൊ അദ്ദേഹം പങ്കെടുക്കുന്നില്ലെങ്കിലും എന്റെ നാട്ടിലെ പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആര് തരുന്നു എന്നുള്ളതല്ല, അത് എന്തുകൊണ്ട് തരുന്നു എന്നും എത്ര സ്നേഹത്തോടു കൂടിയാണ് അത് നൽകുന്നത് എന്നുള്ളതിനെയാണ് ഞാൻ വിലമതിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. മിനിസ്റ്റർ C. രവീന്ദ്രനാഥും
ജി സുധാകരൻ പങ്കെടുക്കുമെന്നായിരുന്നു നമ്മളോട് അറിയിച്ചിരുന്നത്. അവർക്ക് നിർഭാഗ്യവശാൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഡെപ്യൂട്ടി സ്പീക്കറാണ് നമുക്ക് ഈ പുരസ്കാരം തന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ഇവിടെ തിരുവനന്തപുരം വരെ പോയി പക്ഷെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ അംഗീകാരത്തെയാണ് നമ്മൾ സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഈ നമ്മുടെ ശബ്ദത്തിന്റെ ഈ ഒരു അനുമോദനത്തിലൂടെ ലഭിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് ഈ ശബ്ദത്തിന്റെ ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മൈതാനത്ത് വന്നിരിക്കുന്ന ഓർമ്മകളാണ്. കടലുണ്ടിയിൽ വന്നുപോയ അതിഥികൾക്ക് കയ്യും കണക്കുമില്ല എന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി ഈ പരിപാടിയെ കുറിച്ച് എന്റെ പാപ്പനുമായിട്ട് നമുക്കെല്ലാം അറിയാം, പ്രേംജി അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പാപ്പ പറഞ്ഞു, നമ്മൾ എത്ര ആളുകളെയാണ് ഇവിടെ കൊണ്ടുവന്നത്. കടലുണ്ടിയുടെ ഒരു സാംസ്കാരിക പരിസരം രൂപപ്പെടുത്തിയതിൽ ഈ സംഘടനയ്ക്കുള്ള പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള ഈ കടലുണ്ടിയിലുള്ള ഒരുപാട് അന്ന് ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ മനസ്സിൽ ഒരു കലയുടെ രൂപം, ഒരു കലയുടെ വിവിധ തലങ്ങൾ കൊണ്ടുവന്നതിൽ ഈ സംഘടനയ്ക്കുള്ള പങ്ക് ചെറുതല്ല. കല ഉള്ളിലുള്ള ഒരു ഹൃദയത്തിലും കലാപത്തോട് പ്രണയം തോന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനൊക്കെ നാന്ദി കുറിച്ച ഒരു സാംസ്കാരിക സംഘടനയാണ് ശബ്ദം. ഇവിടെ വന്നുപോയ കലാഭവൻ മണി, എം.ജി. ശ്രീകുമാർ, ദിലീപ്, അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ ഈ ശബ്ദത്തിന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കടലുണ്ടിയുടെ ഒരു സാംസ്കാരിക രംഗത്ത് ഇത്രയധികം മുന്നേറ്റം നടത്തിയ ഒരു സംഘടന, അത് ഇനിയും തുടർന്നും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടാകട്ടെ. അതിവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് അമ്മയെ കൊണ്ട് വിളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഈ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ കൂടെ വിളിച്ചതായിരുന്നു. അപ്പം പെട്ടെന്നാണ് ഇതിന്റെ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത്. 18-ാം തീയതി ആയിരുന്നു ഇത് നടക്കേണ്ടിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ ഒരു കൺഫ്യൂഷനാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല ശരിക്കും. 15-ാം തീയതി ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പം പെട്ടെന്ന് ഞാൻ വയനാട്ടിലായിരുന്നു. അവിടുന്ന് തന്നെ നേരെ കണ്ണൂർ പോയി, അവിടുന്ന് ഫ്ലൈറ്റിനാണ് പോയത്. അപ്പം അമ്മയ്ക്ക് വിമാനത്തിൽ കയറാനുള്ള ഒരു പേടി, ഒപ്പം പെട്ടെന്ന് വരാനുള്ള ഒരു തർക്കം കൂടെ ഉണ്ടായപ്പോഴാണ് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത്. എന്തായാലും ഈ വേദിയിൽ, നമ്മുടെ വേദിയിൽ വെച്ചിട്ട് അമ്മയുടെ കൂടെ പ്രസൻസിൽ ഇത് വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതിന്റെ വേറൊരു കാര്യം, നമ്മളൊരു ചെടി നമ്മൾ നടുന്നു, അത് വളരുന്നു, അത് വലുതാവുന്നു. ആ ചെടി വളർത്താൻ വേണ്ടി എടുത്ത എഫേർട്ടിനെ പലപ്പോഴും ആളുകൾ കാണാതെ പോകാറുണ്ട്. നമ്മൾ വീണ് പോകുമ്പോഴൊക്കെ പിടിച്ചുയർത്താൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യം. നമുക്കറിയാം, കൊണ്ടോട്ടിയിലുള്ള ഒരു ചെറിയ മോന്റെ വാചകം ഈ കോവിഡ് കാലത്ത് വലിയ വൈറലായതാണ്. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവുക എന്ന് പറഞ്ഞു. കൊണ്ടോട്ടിക്കാരനായ ഫായിസ് എന്ന് പറഞ്ഞ മോൻ ഉണ്ടാക്കിയ ആ ഒരു പൂവ്, കടലാസ് പൂവ്, അത് തെറ്റായതുകൊണ്ടാണ് നമ്മളെല്ലാവരും, അതൊരു നല്ല പൂവായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കില്ലായിരുന്നു. ആ പൂ ഉണ്ടാക്കിയത് തെറ്റിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ കൊണ്ട് ലോകമെമ്പാടും എത്തുകയും ആ കുട്ടി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും നാഷണൽ മീഡിയാസ് ഉൾപ്പെടെ അതിനെ വാർത്തയാക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വീണു പോകുന്നവർക്ക് ഒരു കൈത്താക്ക് കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ഇത്തരം സംഘടനകളൊക്കെ അത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്റെ റഷീദ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. മാധ്യമ പ്രവർത്തനം എന്നുള്ളത് മാധ്യമ പ്രവർത്തനം മാത്രമാകാത്തത് കൊണ്ടാണ് ഈ മേഖലയോട് ഒരുവിധം അടുപ്പമില്ലാതെ ഈ മേഖലയോട് വളരെ പാഷനേറ്റോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ പൊതുപ്രവർത്തനമല്ല നടത്തുന്നത്, പക്ഷെ മാധ്യമ പ്രവർത്തനത്തിലൂടെ എങ്ങനെ പൊതുപ്രവർത്തനം നടത്താം എന്നാണ് ഞാൻ ഈ തുടക്കകാലം മുതൽ, ഇപ്പൊ 5 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. വിവിധ ചാനലുകളിലായിട്ട് 2 വർഷത്തിലധികമായിട്ട് ഇപ്പൊ 24 ഈ വയനാട്ടിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, ഒരുപാട് താഴേക്കിടയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആദിവാസി മേഖല. ആ പ്രദേശത്ത് ചെയ്യാൻ കഴിഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഈ ജോലി അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു വയനാട്ടിൽ നിന്ന് എന്ന് സ്വയം ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം, ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ഉറക്കം കെടുത്തിയെന്നോ അല്ലെങ്കിൽ ഞാൻ കുറെ അഴിമതിക്കാരുടെ കഥകൾ പുറത്തു കൊണ്ടുവന്നോ ഒന്നും ആയിരിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് ഒരു കൂര ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയായിരിക്കും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഓർമ്മ ഉറപ്പാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞ ലേഖനചേട്ടൻ ഇവിടെ പറഞ്ഞു, നെന്മേലിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാനൊരു ഷൂട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. ഒരു കാല് ഇല്ലാതെ, അദ്ദേഹം ഒരു കൃത്രിമ കാലുണ്ട് അദ്ദേഹത്തിന്, പക്ഷെ അത് റോഡിൽ നിന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തത്, എന്നെക്കാൾ കേവലം ഒരു 10 വയസ്സ് മാത്രം കൂടുതലുള്ള ആ മനുഷ്യൻ വളരെ വേദനയോടുകൂടി അവിടെ നിന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തോട് നിന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊരു വാർത്ത ചെയ്തു. ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ ഗുഡ് മോർണിംഗ് ഷോയിൽ നമ്മൾ എയർ ചെയ്യുകയാണ്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായ അതേ വികാരമായിരുന്നു ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് ഉണ്ടായത്. അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു, എത്ര രൂപയാകും ഈ കാലിന് എന്ന് എന്നോട് PCR നിന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപയാകും.
അദ്ദേഹം പിന്നീട് ഒരു ചിന്തയ്ക്ക് പോലും നിൽക്കാതെ അത് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് ലൈവിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ പരിപാടി തത്സമയം തന്നെ കണ്ട സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീഫ് ഷീന സാറിനെ ബന്ധപ്പെടുകയും നിങ്ങൾ പൈസ ചെലവാക്കണ്ട, ഞങ്ങൾ പൈസ ചെലവാക്കാം എന്ന് പറഞ്ഞ് അവര് തന്നെ ആ കാല് വെച്ചു കൊടുക്കുകയും ചെയ്തു. ഭാഗ്യം എന്നുള്ളത് ഈ കാല് വെച്ചു കൊടുത്ത് വീട്ടിലേക്ക് എത്തുന്ന പ്രശാന്തിനെ തേടി എത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 37 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊടുത്തു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് മറ്റൊന്നും ഒരു പ്രതിഫലമായി ഞാൻ കാണുന്നില്ല. എനിക്ക് ഈ ജോലി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തിനപ്പുറത്ത് ആ മനുഷ്യന്റെ ഒരു സന്തോഷമാക്കുക, ആ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ഒരു ആശ്വാസമാക്കുക, അത് മാത്രമാണ് ഈ ജോലിയിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷമായിട്ട് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനുള്ള ഊർജ്ജമാണ്. ഈ ശബ്ദത്തിന്റെ ഈ ഒരു അംഗീകാരത്തെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഒരു വാക്കും കൂടെ നേരത്തെ പാട്ടിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഞാൻ പാടിയ പാട്ട് ഒരുപക്ഷെ ഇവിടെയുള്ളവരെ അറിയാം, കാരണം എന്റെ പ്രിയപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. എല്ലാവരും ആ പാട്ട് ഒരിക്കൽ കൂടി ഒരു രണ്ടുപേരും ഞാൻ പാടാം. 2009 ഞാൻ ആ പാട്ട് പാടിയത്. ചാലി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. ഒരിക്കൽ കൂടി രണ്ടുപേരും ഞാൻ പാട്ട് പാടാം. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. കാര്യം പറയട്ടെ, ശബ്ദത്തിന്റെ ഒരു വലിയ വേദിയിൽ നടക്കുന്ന ഒരു പരിപാടി കാണാനുള്ള ആഗ്രഹം കൂടി ഇവിടെ വെച്ച് ഇതിന്റെ സംഘാടകരോട് അറിയിക്കുകയാണ്. വലിയൊരു താരങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് പഴയ രീതി വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ ഈ കൊറോണയുടെ സമയത്ത് നടക്കില്ല എന്ന് അറിഞ്ഞിരിക്കെ പോലും അധികം വൈകാതെ അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ശബ്ദത്തിന്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ. അവർക്കൊപ്പം ശക്തമായി നിൽക്കാം, ഈ മാധ്യമത്തിന്റെ പിന്തുണയോട് കൂടി നിൽക്കാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശബ്ദം സെക്രട്ടറി മനോജ് പറക്കാൻ വിളിച്ചു. വേദിയിൽ സദസ്യമുള്ള പ്രിയമുള്ളവരെ, ഈ ആദരണ സദസ്സിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അനുഷാബി, അധ്യക്ഷൻ സി ഫർഹാൻ, മുഖ്യാതിഥി ഡോക്ടർ അബ്ദുൽ അസീസ്, പുരസ്കാര ജേതാവ് നിഖിൽ പ്രമേഷ്, ഹാസൻ സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ച രേഷ്മ വെള്ളായക്കോട്, സതീദേവി ടീച്ചർ, ശ്രീ അഡ്വക്കേറ്റ് ബാബു, കെബീർ മാസ്റ്റർ, പരിചയപ്പെടുത്തിയ ലേഖകന്റെ 19ാം വാർഡ് പ്രവർത്തിക്കുന്ന മറ്റ് സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും വളരെ ക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക മുഴുവൻ ആളുകളോടും ശബ്ദം കളകളുടെ ഓരോ പ്രവർത്തനത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.